മുറിയിലേക്ക് പണിയായി. മുഖത്തെന്ത് ഇത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കാപ്പ് ഒഴിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടോ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി. മതി മതി, വരൂ. എനിക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. എപ്പോഴും ഒരു ഓഫീസ് കാര്യം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി. ഒരു ചുക്കും അറിയില്ല. ഇറങ്ങി പുറത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മേലെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ ഇഷ്ടമാണ്. നീ
അഭിനയിക്കണം. രാവിലെ മധുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. എനിക്ക് വല്ലാത്ത ഭയം. ഡോണ്ട് വറി. മധുവിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മാറുമെന്ന് ഉറപ്പല്ലേ അങ്കിൾ? ബി പേഷ്യൻസ്. കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. പിന്നൊരു കാര്യം, മനസ്സ് വിട്ടൊന്നും പറഞ്ഞിടരുത്. ശരി. പല റിയാക്ഷൻസ് ഉണ്ടാകും. ശരി അങ്കിൾ. ആശാനോ, വരൂ. വല്ലാതെ വിഷമിച്ചു. താമസം മാറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. മസക്കുഞ്ഞിന്റെ അമ്മ ഭയങ്കര വാശിക്കാരിയാണെന്നറിയാമല്ലോ. ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, വെള്ളക്കാന്താരി കീറിയിട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ പല സാധനവും തന്നേച്ചിട്ടുണ്ട്. അതെ, ഈ പേരിലുള്ള ആശ. ആശയുണ്ട്, പക്ഷേ കിട്ടണ്ടേ. ആട്ടെ, ഞാനിപ്പോ വിളിക്കുന്ന എന്ത് പറയണം? അത് കള്ളം. എങ്കിലേ കുഞ്ഞിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അതാരുടെ മൂന്നാണെന്നറിയാമോ? ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കൂ. കൃത്യസമയത്ത് തന്നെ പറപ്പിച്ചിങ്ങ് എത്തിയല്ലോ. താരപ്പോന്നു ഒരാഴ്ചെടുക്കാവുന്ന ചൂടുമായിട്ടാ ഞാനിവിടെ വന്നത്. ചെല്ല് ചെല്ല്. ഞാനേ ഇവിടെ ഒന്നിരിക്കട്ടെ. അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇത്ര രജിസ്റ്റർ വായിക്കുന്നത്? ഏതോ ഒരു പുസ്തകം. ശംഖുവാശം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കൊടുത്തു വിടുമെന്ന് അമ്മയുടെ എഴുത്തുണ്ടായിരുന്നു. ഗർഭകാലത്ത് കൊതി മാറാനുള്ളതൊക്കെയാണ്. ഇവിടെ ആർക്കാ? വിൻസെന്റിന് ശോഭയ്ക്കും കൊടുക്കാം. ശരിയാണ്, അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാൻ. അവര് മധുവിധം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. ഇനി നമുക്കിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ആശാനോട് എന്ത് പറഞ്ഞു വിടണം? സുഖമായി കഴിയുന്നു പറഞ്ഞാൽ മതി. അയ്യോ, എന്റെ പുറം കടിക്കുന്നു. ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇവിടെയാണോ? താഴെ. ഇവിടെ അല്ല, താഴെ. ഇവിടെയാണോ? താഴെ. ഇവിടെയോ? കുറച്ചുകൂടെ താഴെ. എന്ത് വെച്ചാ മാന്തുന്നേ? അത്രയ്ക്ക് എന്നെ തൊട്ടുകൂടല്ലേ? മിനിക്ക് എപ്പോഴും കുട്ടികളെയാണ്. മിനി, ഇന്നത്തെ പത്രത്തിൽ 300 സിഗരറ്റ് വലിച്ചേർത്ത ഒരാളുടെ പേര് കണ്ടല്ലോ. എന്താ പേര്? ഉച്ചക്കിർക്കൻ. നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി. ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്. എവിടെ നന്നാകാൻ? അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടുകൊടുത്തവളാ. പോയത് ഭാഗ്യം.